അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ നമ്മുടെ മാമൻ ഒരു 70 ലക്ഷം രൂപ അയച്ചു തന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. സോ നമ്മൾ അതെടുക്കാൻ വേണ്ടി ബാങ്കിലോട്ട് പോകണം. അതിന് മുമ്പ് നിങ്ങൾക്കൊരു സ്ഥലം ഞാൻ പരിചയപ്പെടുത്തി തരാം. അത് പുതിയതായിട്ട് ഈ സിറ്റിയിൽ വന്ന സ്ഥലമാണ് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ പുഴേൻ്റെ സൈഡിലായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. നമുക്ക് ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് നമുക്ക് പുതിയൊരു വണ്ടി എടുക്കണം, കാറ്. ഈ മഴയത്തൊക്കെ നനഞ്ഞു പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ്. അതിനാണ് ഞാൻ ഈ ബാഗ് എടുത്തിരിക്കുന്നത്, ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ സ്ഥലം, നമ്മുടെ സിറ്റിയിൽ വന്നിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കത് വേറൊരു ദിവസം പോകണം. സോ ഗൈസ്, ഇനി നമുക്ക് നേരെ ബാങ്കിലോട്ട് വിടാം. എൻ്റെ കയ്യിൽ 20 ലക്ഷം രൂപയുണ്ട്. 20 ലക്ഷം രൂപയുണ്ട് ഗൈസ്. മാമൻ തന്ന 70 ലക്ഷവും ഈ 20 ലക്ഷവും മൊത്തം 90 ലക്ഷമായി. ഇത് വെച്ച് നമുക്ക് നല്ലൊരു വണ്ടി എടുക്കണം ഗൈസ്. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്. എന്നാൽ നമുക്ക് ചുമ്മാ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം അല്ലേ? അതാ ഗൈസ്, അവിടെ നിങ്ങൾക്ക് വീട് കാണാം. അതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട് കേട്ടോ. ഞാനൊന്ന് അവനെ കയറി കണ്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ അവനെ കണ്ടിട്ടുണ്ട്. അവൻ സുഖമായിരിക്കുന്നു എന്നാണ് ഗൈസ് പറഞ്ഞത്. സോ നമുക്കിനി വണ്ടി കയറാം. ഇനി നമുക്ക് നേരെ ബാങ്കിലോട്ട് പോവാം ഗൈസ്. ബാങ്കിൽ പോയി നമുക്ക് ഫുൾ പൈസ എടുക്കണം. അവൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗൈസ് ബാങ്ക്. ഓപ്പോസിറ്റ് പോയിട്ട് കുറച്ച് പോകണം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ ഗൈസ്, ഇതാണ് ബാങ്ക്. സോ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയി പൈസ എടുക്കാം. അതിനാണ് ഗൈസ് ഞാൻ ഈ ബാഗ് എടുത്തേക്കണേ. സോ ഞാൻ പോയി പൈസ എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ പൈസ എടുത്തിട്ടുണ്ട്. സോ 70 ലക്ഷം രൂപയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ വീട്ടിൽ പോയി ആ 20 ലക്ഷം രൂപയും കൂടെ എടുത്തിട്ട് വരാം. സോ ഗൈസ്, നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിൽ പോയി ബാക്കി പൈസ എടുത്തിട്ട് വരാം. ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം ഗൈസ്. വണ്ടി നമുക്ക് ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാനിത് കുറച്ച് വലിയ ബാഗിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബാഗിൽ ഫുൾ പൈസയും കൂടെ ആവില്ല, അതാണ്. സോ ഇനി നമുക്ക് നേരെ കാർ ഷോറൂമിലേക്ക് പോവാം. സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്തെങ്കിലും എടുക്കാം ഗൈസ്. ആകെ 900 ലാക്കേ ഉള്ളൂ, 90 ലാക്കേ ഉള്ളൂ. സോ സെക്കൻഡ് ഹാൻഡിൽ നല്ല സൂപ്പർ കാർ കിട്ടുവാണ്, അതാണ് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കണേ. സോ നമുക്ക് നേരെ ഷോറൂമിലോട്ട് വിടാം. ഓക്കെ ഗൈസ്, നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് അകത്ത് പോയി കാറൊക്കെ നോക്കണം. നമുക്കെല്ലാം റെഡിയാക്കാം. പേപ്പറിൽ ഒപ്പിടുകയൊക്കെ വേണമല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ ഷോറൂമിലോട്ട് കയറിയിരിക്കുകയാണ്. ഇതാ ഗൈസ്, പണ്ടത്തെ ഒന്നുമല്ല, നോക്കി മാറ്റൊക്കെ വെച്ചിരിക്കുന്നു. ഇവിടെ പുതിയ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഗൈസ് TV വേറെ ഉണ്ടല്ലേ, കാറിൻ്റെ ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെയുള്ള 2 വെള്ള, ഒരു ഗ്രീന്, ഒരു യെല്ലോ ആണ്. എനിക്ക് 3 കളറും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. നമുക്ക് മേളിലും വല്ലതും ഉണ്ടോ നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, മണ്ടയ്ക്ക് വന്ന് നോക്കി ഗൈസ്. അപ്പോഴാണ് നോക്ക്, 2 കാറുകൾ ഇവിടെയാണ് ഇരിക്കുന്നത്. ബ്ലാക്ക് റെഡ് വണ്ടി ഗൈസ്. ഈ 2 കളറാണ് ഞാൻ പ്രതീക്ഷിച്ച് വന്നത് കേട്ടോ. എനിക്ക് ബ്ലാക്കും ഇഷ്ടപ്പെട്ട് റെഡും ഇഷ്ടപ്പെട്ട്. എന്നാൽ എനിക്ക് കൂടുതൽ തന്നെ ഈ റെഡാണ് കുറച്ചും കൂടെ അടിപൊളിയാന്ന് തോന്നുന്നത്. എനിക്ക് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടുമോ എന്ന് ചോദിച്ചു നോക്കാം. ഇതെന്തായാലും അടിപൊളി വണ്ടി ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആളോട് ചോദിച്ചിട്ട് വരാം. ചേട്ടാ, വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, ഡാമേജ് ഇല്ലാതെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ ഗൈസ്, നമുക്ക് ആ റെഡ് സാധനം ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ കിട്ടിയിരിക്കുകയാണ് അങ്ങനെ. സോ ഡാമേജ് ഇല്ലാതെ കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളെന്തായാലും ഡാമേജ് ഇല്ലാതെ കൊണ്ടുവരും ഗൈസ്. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. സോ ഗൈസ്, ആളങ്ങനെ വണ്ടി ഇറക്കി തന്നിട്ടുണ്ട്. സോ നമുക്കൊന്ന് ഇവിടെ മാത്രം ഒന്ന് കറങ്ങിയിട്ട് വരാം. എൻ്റെ ഗൈസ്, കിടു ബ്രേക്ക്.
ഇവിടെ ഫ്രണ്ടിൽ പെട്ടെന്നാണ് ഒരു വണ്ടി വന്നത്. ഇവർക്കൊക്കെ ഒരു സൈഡിലൂടെ ഓടിച്ചൂടെ? ഇവർ കറക്റ്റ് ഈ നടുക്കത്ത് ഈ വെള്ളവര കണ്ടോ ഇങ്ങനെ ഓടിക്കുക. ഇവർക്കൊരു സൈഡ് തന്ന് ഓടിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സൈഡിലൂടെയെങ്കിലും പോകായിരുന്നു. ഇപ്പോൾ ഈ ലൈനിൽ കണ്ട അവന്മാരൊക്കെ ഓടിക്കുന്നത് ലൈനിലൂടെയാണ് കേസ് ഓടിക്കുന്നത്. നമ്മൾ പിന്നെ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു സൈഡ് മൊത്തം ഓവർടേക്ക് ചെയ്യാൻ കാലിയായിരിക്കും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഗൈസ്. സോ നമുക്കൊന്ന് വീട് വരെ പോയിട്ട് വരാം ഗൈസ്. നല്ല സ്പീഡിൽ ഓടിക്കാൻ വേണ്ടി സീനാട്ടാ. നോക്കിയേ, താഴെ പോലും വീണിട്ടില്ല, ഒന്നും മറഞ്ഞു പോലും ഇല്ല. സീൻ വണ്ടി. എനിക്ക് ഈ വണ്ടി തന്നെ മതി ഗൈസ് നമുക്ക്. സോ പേപ്പറെല്ലാം സൈൻ ചെയ്ത് മേടിക്കാം. ഓക്കെ ഗൈസ്, പേപ്പറും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സോ ഈ വണ്ടി ഇവിടെ വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി വീട്ടിലോട്ട് പോവാം. അവർ വണ്ടി എത്തിച്ചോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഗൈസ്, ഞാനിപ്പോൾ അവിടുന്ന് വണ്ടിയുടെ ഒച്ച കേട്ട് ഹോൺ അടിക്കുന്നത്. സോ നമുക്ക് വേഗം പോയി നോക്കാം. വണ്ടി വന്നെന്നാണ് തോന്നുന്നത്. അതാ ഗൈസ്, വണ്ടി കാണുന്നുണ്ട്. ഈ ട്രക്കിലാണ് അവർ വണ്ടി കൊണ്ടുവന്നത് ഗൈസ്. നമ്മുടെ അങ്ങനെ വലിയൊരു ആഗ്രഹം അങ്ങനെ സഫലമായിരിക്കുകയാണ് ഗൈസ്. നമുക്ക് വണ്ടി ഇനി സേഫായിട്ട് പുറത്തോട്ട് ഇറക്കണം. ഓക്കെ ഗൈസ്, സേഫായിട്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. രാത്രിയായി, പക്ഷെ മഴേനൊരു കുറവും ഇല്ല ഗൈസ്. നമുക്ക് മഴയില്ലാതെ ഇങ്ങോട്ട് പാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, വണ്ടി ഇങ്ങോട്ട് സെറ്റാക്കി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, ഇനി നമുക്ക് വീട്ടിൽ പോയി ഇരുന്ന് വിശ്രമിക്കാം. സോ അങ്ങനെ നമ്മളും ഈ നാട്ടിൽ സൂപ്പർ കാർ ഉള്ള ഒരാളായിരിക്കുകയാണ്.